ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു കപ്പ ബിരിയാണിയാണ് ഇത്. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 കിലോൻ്റെ അടുത്ത് ഞാൻ ബീഫ് എടുത്തിട്ടുണ്ട്. ഒരു 20 ചെറിയ ഉള്ളിയും 5 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബീഫ് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനാവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബീഫിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം വേവുള്ള ബീഫാണ്, അതുകൊണ്ടാണ് ഞാൻ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി കുക്കർ അടച്ചു വെച്ച് ബീഫ് വേവിച്ചെടുക്കാം. 6-7 വിസിൽ വേണ്ടി വരും. അത്യാവശ്യം നല്ല വേവുള്ള ബീഫാണ് ഇത്. ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കപ്പയൊന്ന് വേവിച്ചെടുക്കാം. ഞങ്ങൾ ഇവിടെ 2 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നല്ലവണ്ണം വേവിച്ചെടുക്കണം. കപ്പ വെന്തു വരുമ്പോഴേക്കും നമ്മുടെ ബീഫും വെന്തു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബീഫ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു വലിയ തേങ്ങയാണ് ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ വലിയ ജീരകവും ഒരു 10 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇതൊന്ന് അരച്ചെടുക്കാം. അധികം അരയേണ്ട ആവശ്യമില്ല. മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം മാത്രം മതി. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ, ഒരുപാട് അരയാൻ പാടില്ല. കപ്പ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കപ്പ വെന്തതിന് ശേഷം അതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കണം. അതിനുശേഷം ഇതുപോലെ നല്ലവണ്ണം ഒരു തവി വെച്ച് ഉടച്ചെടുക്കാം കപ്പ. ഇനി ഈ വെന്ത് വന്നിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു മാറ്റി വെച്ച തേങ്ങയുടെ മിക്സ് കൂടി ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും ഈ മിക്സ് എത്തുന്ന രീതിയിൽ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങ അരപ്പ് വേകുന്നത് വരെ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു പിടി മല്ലിയിലയും അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ തന്നെ ബീഫും കപ്പയൊക്കെ മിക്സായി തേങ്ങയൊക്കെ വെന്തതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടോടെ തന്നെ ഇത് വിളമ്പാം. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.